പാവയ്ക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും അയ്യോ എന്നാക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ ഈ ടേസ്റ്റോടെ തിന്നുന്നില്ലേ, ആ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. പാവയ്ക്ക ശരിക്കും പറഞ്ഞാൽ ഈ കളറുള്ളതല്ല കേട്ടോ വേണ്ടത്. നാടൻ കിട്ടുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി ഉണ്ടല്ലോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആവില്ലേ, അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതിന് ഇത്തിരി കയ്പ്പ് കൂടുതലുള്ള കയ്പ്പൊക്കെയാണിത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കടലപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുട്ടുപൊടി അഥവാ അരിപ്പൊടി അത് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അറിയാമല്ലോ ഒരു പഴംപൊരിയുടെയൊക്കെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് മുക്കി പൊരിച്ച് കൊടുക്കുക, അത്ര തന്നെ. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ആർഭാടത്തിന് അതൊക്കെ തട്ടിക്കൂട്ടിക്കോളൂ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പാവയ്ക്ക ഇഷ്ടപ്പെടാത്ത എനിക്ക് തന്നെ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം കറുമുറാന്ന് പറഞ്ഞ് തിന്നാൻ ചൂടോടെ തിന്നണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ പൊളിച്ചു. ഇനിയിപ്പം ചൂടൊന്ന് ആറിയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെടില്ല കേട്ടോ, സത്യം പറയാലോ. എനിക്ക് ചൂടോടെ കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രൈ ചെയ്യണം.